കല്യാണ മണ്ഡപങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ദൂർത്തിന്റെ മേഖലകളായി, അള്ളാനെ മറക്കുന്ന ഘട്ടങ്ങളായി നമ്മൾ കല്യാണ രാവുകൾ കാണുകയാണ്. അവിടെ നടക്കുന്നതോ പേക്കൂത്തുകള്, അള്ളാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത ഓരോരോ പരിപാടികള്. സ്ത്രീകൾ തുള്ളുകയാണ് സ്റ്റേജിൽ കയറിയിട്ട്, അവരെ ശരീരത്തിന്റെ ഔറത്ത് മറക്കാതെ സുബ്ഹാനല്ലാഹ് ശബ്ദം വെളിവാക്കി, ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും വെളിവാക്കി, അന്യ പുരുഷന്മാരുടെ പച്ച ഹറാമിന്റെ കേന്ദ്രങ്ങളായി അതേ കല്യാണ വീടുകൾ മാറുമ്പോ സുബ്ഹാനല്ലാഹ് ലഅനത്തല്ലേ മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന്റെ ശാപം ഇറങ്ങാൻ വേറെ എവിടേക്ക് പോകേണ്ടതുണ്ട്? ആ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല. അള്ളാഹ് കൊടുത്ത സമ്പത്ത് കൊണ്ടാണ് ഇങ്ങനെ അള്ളാഹനെ മറന്ന് കളിക്കുന്നത്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അൽഹാകുമുത് തകാസുർ സൂറത്തൊന്ന് ഓതി നോക്ക് നിങ്ങൾ. അതിന്റെ അവസാനത്തെ ആയത്താ, മനുഷ്യ നിനക്ക് തന്ന എല്ലാ നിഅമത്തിനെ കുറിച്ചും അള്ളാന്റെ കോടതിയിൽ ചോദ്യമുണ്ട് കേട്ടോ, ചോദ്യമുണ്ട് കേട്ടോ. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമിന്റെ ഒരു കണികയുള്ള ഏത് സദ്യയാകട്ടെ, ഏതു മംഗലമാകട്ടെ, അതിന്റെ ഒരു സ്വതക്കയുടെ പുണ്യവും അവൻക്ക് ലഭിക്കൂല. ആയിരങ്ങളെയും പതിനായിരങ്ങളും സംഗമിച്ച് തിന്നാൻ കൊടുത്താലും ഭക്ഷിപ്പിച്ചതിന്റെ പ്രതിഫലം അയാളെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തൂല.